ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും കൈത്താങ്ങായി സംസ്ഥാന സർക്കാരിന്റെ ഏബിൾ പോയിന്റ് പദ്ധതിക്ക് കാക്കനാട് തുടക്കമായി. കാക്കനാട് വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി വിഭാഗത്തിന് വരുമാനവും സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഭിന്നശേഷിക്കാർക്ക് സ്വതന്ത്രവും സ്വയം പര്യാപ്തവുമായ ജീവിതം ഉറപ്പാക്കുക എന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന ഏബിൾ പോയിന്റ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പുണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പദ്ധതികളുടെ തുടർച്ച ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ വിഷൻ 2031 സെമിനാർ പരമ്പരയുടെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിഞ്ഞത് സാമൂഹ്യനീതി വകുപ്പിനാണ് എന്നുള്ള ചാരിതാർത്ഥ്യം കൂടി ഞാനിവിടെ പറയുകയാണ്. സംസ്ഥാനത്തെ ഭിന്നശേഷി ശാക്തീകരണവും പുനരധിവാസവും ലക്ഷ്യമാക്കി ഒട്ടേറെ വൈവിധ്യപൂർണമായ പദ്ധതികളും പരിപാടികളും നടപ്പാക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പ്. അതിലൊന്നാണ് ഏബിൾ പോയിന്റ് എന്ന പേര് നൽകിയിട്ടുള്ള ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന പദ്ധതി. ഇതുവഴി അവിടെ നിയോഗിക്കപ്പെടുന്ന ഭിന്നശേഷി സുഹൃത്തുക്കൾക്കൊപ്പം ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് കൂടി വരുമാനം ഉറപ്പാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. 100 ഇടങ്ങളിൽ ഇവ ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ്. കാക്കനാട് ഗാന്ധി പാർക്കിന് സമീപമാണ് ആദ്യ ഏബിൾ പോയിന്റ് തുറന്നിരിക്കുന്നത്. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘവും ചേർന്ന് നടത്തുന്ന പദ്ധതി തൃക്കാക്കര നഗരസഭയുടെ സഹകരണത്തോടെയാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന പദ്ധതിക്ക് കീഴിലാണ് ഇവ സ്ഥാപിക്കുന്നത്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന 100 ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാണ് കേരളത്തിലുടനീളം വരുന്നത്. ഏബിൾ പോയിന്റ് ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 15,000-ൽ കുറയാത്ത വേതനം ഉറപ്പാക്കാനാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവർക്ക് പരിശീലനം നൽകുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളെയും NGO-കളെയും സഹകരിപ്പിക്കും. അവർക്ക് കസ്റ്റമർ സർവീസ്, വിൽപ്പന തന്ത്രങ്ങൾ, ഉൽപ്പന്ന പരിജ്ഞാനം, ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയിൽ മികച്ച പരിശീലനം ഉറപ്പാക്കും. വിവിധ കമ്പനികളിൽ നിന്നും NGO-കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന സ്പോൺസർഷിപ്പുകളും ഏബിൾ പോയിന്റ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ ഉപയുക്തമാക്കും. ഉദ്ഘാടന ചടങ്ങിൽ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ ഡാലി അധ്യക്ഷയായി. തൃക്കാക്കര മുനിസിപ്പൽ കൗൺസിലർ സൻഷ മിജു, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ റീജിയണൽ ഓഫീസർ രാജാംബിക, ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് കെ കേശവദാസ്, ഏബിൾ പോയിന്റ് വാളണ്ടിയർ ആദിത്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു കരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അതിൽ സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ഏജൻസി മാത്രമാണ്. ആ കോർപ്പറേഷൻ വഴി തന്നെ പുതുതായിട്ടുള്ള നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്